لهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري واضطرار قد كفاني علم ربي من سؤالي واختياري فدعائي وابتهالي شاهد لي بافتقاري. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ തിന്മകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് തിരിച്ചു നടക്കാനും പുതിയ പ്രകാശം ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും സാധിക്കുന്ന, ഉപദേശങ്ങൾക്ക് കാതോർക്കാനും ജീവിതത്തെ തിരുത്താനുമുള്ള വലിയ അവസരങ്ങളെ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കി തന്നിരിക്കുകയാണ്. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രാമധ്യേ അവിശ്വാസിയായ ദരിദ്രനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തോട് ചോദിച്ചു, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണെന്നും അവിശ്വാസിയുടെ സ്വർഗവുമാണെന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തെ മുൻനിർത്തി അദ്ദേഹം മഹാനായ പണ്ഡിതനോട് ചോദിച്ചത്, ഈ വചനം മുഹമ്മദിൻ്റെ വാക്കുകളാണോ? ഇത് പ്രവാചകൻ പറഞ്ഞ വാക്കുകളാണോ? മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല പറഞ്ഞു, അതെ, അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ തന്നെയാണ്. ദരിദ്രനായ അവിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, എങ്കിൽ ഒന്നുകിൽ മുഹമ്മദ് പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയാണ്. ഒന്നുകിൽ മുഹമ്മദ് പറഞ്ഞത് കളവാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വാസിയാണ്. കാരണം ഞാൻ താങ്കളെക്കാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജയിലിന് സമാനമായ ജീവിതമാണ് ഞാൻ ഇവിടെ അനുഭവിക്കുന്നത്. ദുനിയാവ് വിശ്വാസിക്കാണ് ജയിലാവുകയെങ്കിൽ ഞാൻ വിശ്വാസിയായിരിക്കണം, അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ വാക്കുകൾ അസത്യമായിരിക്കണം. ആ സമയത്ത് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല അദ്ദേഹത്തോട് തിരിച്ചു പറയുകയുണ്ടായി, ലോകത്ത് സർവ്വസുഖങ്ങളും അനുഭവിച്ച് സകലമാന സൗകര്യങ്ങളും അനുഭവിച്ച് വിശ്വാസിയായി ജീവിച്ചൊരു മനുഷ്യൻ നാളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ സ്വർഗ കവാടത്തിൻ്റെ അരികിൽ ചെന്നു നിൽക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ സുഖാനുഗ്രഹങ്ങളെ കാണാനും അനുഭവിക്കാനും കഴിയുമ്പോൾ ആ മനുഷ്യന് തോന്നുക, ഈ ദുനിയാവിൽ അനുഭവിച്ച സൗകര്യങ്ങൾ ഒരു ജയിലിൽ കിട്ടുന്ന സുഖങ്ങൾ മാത്രമാണ് ദുനിയാവിൽ അനുഭവിച്ചതെന്ന് സ്വർഗത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയും. എന്നാൽ ദുനിയാവിൽ വലിയ ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച മനുഷ്യനാണെങ്കിലും നരകത്തിൻ്റെ അരികിലേക്ക് എത്തുമ്പോൾ, നരക കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ, ആ നരകത്തിൻ്റെ ഭയാനകമായ ശിക്ഷകളെ കാണുമ്പോൾ ആ മനുഷ്യന് തോന്നും, ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും താൻ അനുഭവിച്ച ദുനിയാവ് യഥാർത്ഥത്തിൽ തനിക്കൊരു സ്വർഗ തുല്യമായിരുന്നു എന്നവിടെ തോന്നും. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാചകത്തിൻ്റെ അർത്ഥമെന്ന് മഹാനായ ഇബ്നു ഹജർ റഹിമഹുല്ല ആ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നരകം കാണുമ്പോൾ ഇവിടെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് നടക്കാൻ കാലുകൾക്ക് ശേഷിയില്ലാതെ, പിടിക്കാൻ കൈകളുടെ കഴിവ് നഷ്ടപ്പെട്ട, പൊന്നുമ്മയെ കാണാൻ കണ്ണിന് കാഴ്ചയില്ലാതെ പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യനാണെങ്കിലും നാളെ അല്ലാഹുവിൻ്റെ നരകത്തെ കാണുമ്പോൾ ഇവിടെ അനുഭവിച്ച സകലമാന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു സ്വർഗത്തിൽ ലഭിക്കുന്ന ആസ്വാദനമായി അനുഭവപ്പെടുന്നുവെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നരകമെന്ന വാക്ക് പലപ്പോഴും കാതുകൾക്ക് കേട്ട് തഴമ്പിച്ച ഒരു വാചകമാണ്. നരകമെന്ന വാക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ തോന്നാത്തതുപോലെ, പ്രയാസങ്ങൾ തോന്നാത്തതുപോലെ, മനസ്സ് കുലുങ്ങാത്തതുപോലെ നരകമെന്ന് കേൾക്കുമ്പോഴും ആ തരത്തിൽ മനസ്സിന് കേട്ടു പരിചിതമായ ഒരു വാചകമെന്നതിനപ്പുറം
ചിന്തിക്കാൻ കഴിയാത്ത, ആലോചിക്കാൻ കഴിയാത്ത ആ നരകത്തിൽ ചെന്ന് കിടക്കേണ്ടതിൻ്റെ പ്രയാസകരമായ അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയാത്ത മാനസികാവസ്ഥയാണ് പലപ്പോഴും ക്യാമ്പസ് മുറികളിൽ, ക്ലാസ് റൂമുകളിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അവിടെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തെ നമ്മൾ കാതോർക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനുഷ്യരെ, ഞാൻ കണ്ടതെല്ലാം നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ഞാൻ കേട്ടതെല്ലാം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മനുഷ്യരെ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. നാം കാണാത്ത കാഴ്ചകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ട്. നാം കേൾക്കാത്ത കേൾവികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കാരുണ്യത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാനുള്ള അവസരങ്ങൾ ഒരുക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടാണ് പറഞ്ഞത്, മനുഷ്യരെ, ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾ കാണുകയും ഞാൻ കേട്ട കേൾവികൾ നിങ്ങൾ കേൾക്കുകയും ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അറിയുകയും ചെയ്തിരുന്നെങ്കിൽ ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ ലളഹിഖ്തും ഖലീലാ. മനുഷ്യരെ, നിങ്ങൾ അല്പം മാത്രമേ ചിരിക്കുകയുള്ളൂ. ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ അല്പമേ ചിരിക്കുകയുള്ളൂ. പൊട്ടിച്ചിരിക്കാനും ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും സന്തോഷത്തിന്റെ ജീവിതം നയിക്കാനും ഒരുപക്ഷേ നിങ്ങൾ തയ്യാറാവുകയില്ല. വലബകൈതും കസീറാ, ധാരാളമായി കരയാൻ, കണ്ണുനീരൊഴുക്കാൻ, റബ്ബിനെ ഓർത്ത് കരയാൻ, പാപങ്ങളെ ഓർത്ത് കരയാൻ, പരലോകത്തെ ഓർത്ത് കരയാനാണ് മനുഷ്യരെ നിങ്ങൾ ശ്രമിക്കുക എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുകയാണ്. എന്തുകൊണ്ട് നരകമെന്ന് കേൾക്കുമ്പോൾ, നരകത്തിന്റെ കാഴ്ചകളെ കുറിച്ച് അറിയുമ്പോൾ കരയാനേ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ എന്തുകൊണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഒരു ഉച്ച സമയത്ത്, ഒരു 11 മണിയുടെ 12 മണിയുടെ സമയത്ത് എന്തെങ്കിലും ഒന്ന് ആവശ്യത്തിന് ഈ പന്തൽ വിട്ടൊന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ അനുഭവിച്ച ചൂടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ആ ചൂടേറ്റ് നമ്മൾ അസ്വസ്ഥരായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ അറ്റത്തുണ്ടാകുന്ന ഒരു ചെറിയ തീനാളത്തെ സഹിക്കാൻ പോലും നമുക്ക് സാധിക്കുകയില്ല എങ്കിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയത് ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി ശക്തിയാണ് നരകത്തിന്റെ തീയിനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ഇവിടെ ചൂടനുഭവിക്കേണ്ടി വന്നാൽ, ഇവിടെ ഒരൽപ്പം അസ്വസ്ഥമാകുന്ന രൂപത്തിൽ ചൂടനുഭവിക്കേണ്ടി വന്നാൽ അതിൽ നിന്ന് നമ്മൾ ഒരുക്കുന്ന ചില സംരക്ഷണങ്ങളുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഒരുക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. ഒരു ചെറിയ കാറ്റ് നമ്മെ തലോടി പോകുമ്പോൾ അനുഭവിക്കുന്ന ചൂടിന് അതൊരു ആശ്വാസമാകും. ഒരൽപ്പം വെള്ളം കുടിക്കാൻ ലഭിക്കുമ്പോൾ തൊണ്ടയുടെ ദാഹമകറ്റാനും അനുഭവിക്കുന്ന ചൂടിന് ശമനം വരുത്താനും ഒരുപക്ഷേ നമുക്ക് സാധിച്ചെന്ന് വരും. അതിശക്തമായ വെയിലിന്റെ ചൂടേൽക്കുമ്പോൾ തണലിലേക്കൊന്ന് മാറി നിന്നാൽ ഒരൽപ്പം ആശ്വാസം നമുക്ക് ലഭിച്ചെന്ന് വരും. എന്നാൽ ലഭിക്കുന്ന വെള്ളവും അനുഭവിക്കുന്ന തണലും അനുഭവിക്കുന്ന കാറ്റും പോലും ചൂടിനെ അധികരിപ്പിക്കുകയാണ് നരകത്തിലെന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ 56-ാം അധ്യായം കൃത്യമായി നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. തുളച്ച് കയറുന്ന ഉഷ്ണക്കാറ്റാണ് അവർക്ക് അനുഭവിക്കാനുള്ളത്. ചുട്ടുതിളക്കുന്ന ആമാശയത്തെ കരിച്ചു കളയുന്ന വെള്ളമാണ് അവർക്ക് ലഭിക്കാനുള്ളത്. കരിമ്പുകയുടെ തണലാണ് അവർക്ക് അനുഭവിക്കാനുള്ളത്. ലബാരിദിൻ വലാ കരീം. ആ തണലാകട്ടെ ഒരിക്കലും തണുപ്പുള്ളതാവുകയില്ല, സുഖം നൽകുന്നതാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ 56-ാം അധ്യായം സൂറത്തുൽ വാഖിയയുടെ 42, 43, 44 വചനങ്ങളിൽ അല്ലാഹു നമ്മെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. നരകത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. സ്വഹാബത്തെ, ഇപ്പോൾ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഇല്ല പ്രവാചകരെ, ഞങ്ങൾക്കതറിയില്ല. അള്ളാഹുവിനാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതിനെ കൃത്യമായി അറിയുക എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിശദീകരിച്ചു കൊടുത്തു. നരകത്തിന്റെ മുകളിൽ നിന്ന് അടിത്തട്ടിലേക്ക് എറിഞ്ഞ കല്ല് നരകത്തിന്റെ താഴെ സ്പർശിച്ച ശബ്ദമാണ്. 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കിട്ട കല്ല് നരകത്തിന്റെ അടിയിൽ സ്പർശിച്ച ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടതെന്ന് കളവ് പറയാത്ത പ്രവാചകന്റെ നാവിൽ നിന്ന് ലോകം കേട്ട വാചകങ്ങളാണ്. ഒരു കല്ലിന് 70 വർഷം സഞ്ചരിക്കാൻ മാത്രം ആഴമുള്ളതാണ് നരകമെന്ന് വളരെ കൃത്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും ചെറിയ ശിക്ഷ പോലും, നരകത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും ചെറിയ ശിക്ഷ പോലും ഇതാ തീക്കനലിൽ കയറി നിൽക്കുമ്പോൾ തലച്ചോറ് തിളക്കുമാറുള്ള ശക്തിയുള്ള ശിക്ഷയാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. കല്ലാ കല്ലാ ഇന്നഹാ ലളാ നസാഅതൻ ലിശവാ. സംശയം വേണ്ട മനുഷ്യരെ, സംശയിക്കേണ്ടതില്ല. തീർച്ചയായും നരകം അത് ആളിക്കത്തുന്ന നരകം തന്നെയാണ്. നസാഅതൻ ലിശവാ, തലയുടെ തൊലി ഉരിച്ചു കളയാൻ മാത്രം ശക്തിയുള്ളതാണ് നരകത്തിന്റെ തീ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. നരകത്തിലേക്ക് കടന്നു പോകുന്ന അവിശ്വാസികളുടെ കാര്യത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നരകത്തിലേക്ക് പോകുന്ന കാഫിറിനെ കുറിച്ച്, ആ കാഫിറിന്റെ ശാരീരികമായ ഘടനയെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. കാഫിറിന്റെ, നരകത്തിൽ പോകുന്ന അവിശ്വാസിയുടെ തേറ്റകൾ, മുൻപല്ലുകൾ ഉഹുദ് പർവ്വതത്തിന് സമാനമായിരിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നരകത്തിൽ പോകുന്ന കാഫിറിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, അവന്റെ ചുമലുകൾക്കിടയിലുള്ള ദൂരം ഏറ്റവും വേഗതയിൽ, അതിവേഗതയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരന് 3 ദിവസം സഞ്ചരിക്കാനുള്ള ദൂരമുണ്ടാകുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നരകത്തിലേക്ക് കടന്നു പോകുന്ന കാഫിറിന്റെ തൊലിയുടെ കട്ടി ഒരു റിപ്പോർട്ട് പ്രകാരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് 42 മുഴമുണ്ടാകുമെന്നാണ്. ആ നരകത്തിൽ പോകുന്ന അവിശ്വാസിയായ ഒരു മനുഷ്യന് നരകത്തിലെ ഇരിപ്പിടം മാബൈന മക്ക വൽ മദീന, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ദൂരമായിരിക്കും. 400-ന്റെയും 500-ന്റെയും ഇടയിലെ കിലോമീറ്റർ ദൂരം നരകത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു അവിശ്വാസിക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടത്തിന്റെ വലുപ്പമാണെന്ന് പറയുമ്പോൾ എത്ര വിരൂപമായിരിക്കും. ഉഹുദ് പർവ്വതത്തിന്റെ വലുപ്പമുള്ള തേറ്റയും 3 ദിവസത്തെ സഞ്ചാരത്തിന്റെ ദൂരമുള്ള ചുമലുകളും അപ്രകാരം തന്നെ 42 മുഴം കട്ടിയുള്ള തൊലിയും മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലത്തിന്റെ ഇരിപ്പിടവുമാകുമ്പോൾ ആ മനുഷ്യന്റെ രൂപം എത്ര വിരൂപമായിരിക്കും. അത്തരത്തിലുള്ള മനുഷ്യർ കടന്നു പോകുന്ന നരകം, ആ നരകത്തോട് നമ്മുടെ സൃഷ്ടാവായ റബ്ബ് പരലോകത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം 50-ാം അധ്യായത്തിന്റെ 30-ാമത്തെ ആയത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യൗമ നഖൂലു ലി ജഹന്നം, മനുഷ്യരെ, നമ്മെ പടച്ച സൃഷ്ടാവ് ആ നരകത്തോട് ചോദിക്കുമെന്നാണ്. യൗമ നഖൂലു ലി ജഹന്നം, അന്ന് നാം നരകത്തോട് ചോദിക്കും, ഹലിം തലഅതി, നരകമേ നീ നിറഞ്ഞോ? ഇത്തരത്തിലുള്ള വിരൂപികളായ മനുഷ്യർ കടന്നു വന്ന നരകമേ നീ നിറഞ്ഞോ എന്ന് ചോദിക്കുമ്പോ നരകത്തിന് മറുപടിയുണ്ട്. വതഖൂലു ഹൽ മിൻ മസീദ്, നരകം തിരിച്ചു പറയും, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇനിയും ഉൾക്കൊള്ളാൻ വ്യാപ്തിയുണ്ട് നരകത്തിന്, ഇനി ബാക്കിയുണ്ടോ എന്ന ചോദ്യം വിശുദ്ധ ഖുർആനിന്റെ 50-ാം അധ്യായം 30-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് ഇത്ര ഭയാനകമായ ആളിക്കത്തുന്ന ഈ നരകത്തിന്റെ തീയിൽ നിന്ന്, ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം മനുഷ്യരെ എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ 66-ാം അധ്യായം സൂറത്തു തഹ്രീമിന്റെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ടത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, തീർച്ചയായും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് സംരക്ഷിക്കണേ, രക്ഷപ്പെടുത്തണേ എന്ന് 66-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത്, ജീവിതത്തിൽ സംഭവിച്ച തിന്മകൾക്ക് പരിഹാരം തേടുന്ന നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടത് സ്വന്തത്തിന്റെ കുടുംബത്തിന്റെ രക്ഷ, ആളിക്കത്തുന്ന നരകത്തീയിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്താൻ, തന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ
എന്താണ് തൻ്റെ കൈകളിൽ താൻ ഒരുക്കി വെച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട്. ആഴ്ചകളുടെ പട്ടിണിയും വിശപ്പും കാണാൻ കഴിയാതെ സ്വഹാബിമാർ വീട് വിട്ടിറങ്ങുകയാണ്. കുടുംബം പട്ടിണിയിലാണ്. ഭാര്യമാർ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി, മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഒരുപാട് നാളുകളായി. വിശപ്പ് സഹിക്കാതെ അന്നം തേടി സ്വഹാബത്ത് വീട് വിട്ടിറങ്ങുകയാണ്. വീട് വിട്ടിറങ്ങുന്ന സ്വഹാബത്തിനോട് പിറകിൽ നിന്ന് വിളിച്ച് ഭാര്യമാർ നൽകുന്നൊരു ഉപദേശമുണ്ട്. ആഴ്ചകളുടെ പട്ടിണി, അന്നമില്ലാത്തതിന്റെ കഷ്ടപ്പാട് അനുഭവിച്ച ഭാര്യമാർ സ്വഹാബത്തിനെ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മക്കളുടെ വിശപ്പോർത്ത് എന്തെങ്കിലും ഒരു പരിഹാരം തേടിയാണ് വീട് വിട്ട് നിങ്ങൾ ഇറങ്ങുന്നത്. നാളേറെയായില്ലേ വിശപ്പ് സഹിക്കുന്നു എന്ന് വിചാരിച്ച് അരുതാത്ത, അനർഹമായ, അനുവാദമില്ലാത്ത, ഹറാമായ ഒന്നും സമ്പാദിച്ചു തിരിച്ചു വരരുതേ. നരകത്തെ സഹിക്കാൻ ഞങ്ങൾക്കാവുകയില്ല. വിശപ്പ് സഹിക്കാൻ എനിക്കാകും, നമ്മുടെ മക്കൾക്കാകും. വിശപ്പ് സഹിക്കാൻ, ഇനിയും നാളേറെ വിശപ്പ് സഹിക്കാൻ ഒരുപക്ഷേ കഴിഞ്ഞെന്ന് വരും. ആളിക്കത്തുന്ന നരകത്തിന്റെ അതിശക്തമായ ശിക്ഷയെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന തിരിച്ചറിവിന്റെ സംസാരം സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ, പരസ്യമായോ രഹസ്യമായോ, കുടുംബം അറിഞ്ഞോ അറിയാതെയോ, അധ്യാപകർ അറിഞ്ഞോ അറിയാതെയോ, ഏറ്റവും പ്രിയപ്പെട്ടവർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് നമ്മൾ പറയുന്നവൻ പോലും അറിയാതെ ഇന്നലത്തെ രാത്രിയിൽ പോലും സംഭവിച്ച തിന്മയുണ്ടെങ്കിൽ ആ തിന്മക്കുള്ള പരിഹാരമാണ് മഗ്‌രിബ് ബാങ്ക് വിളിക്കുന്നത് വരെ നമ്മൾ കാതോർത്തത്. ജീവിതത്തിൽ സംഭവിച്ച അരുതായ്മകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ മനുഷ്യരെ നിങ്ങൾ ഒരുക്കമുണ്ടോ? അതിനാണ് ഗൈഡൻസ് സെന്ററുകളിൽ നമ്മൾ ഒരുപാട് സമയം സംസാരിച്ചത്. തിരിച്ചു നടക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ, ഇനിയും ജീവിതത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വൈകുകയാണെങ്കിൽ, കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ വചനം നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വഹും യസ്തരിഖൂന ഫീഹാ, കണ്ണടക്കുന്നതിന്റെ മുൻപ്, ശ്വാസം നിലക്കുന്നതിന്റെ മുൻപ്, ജീവിതത്തെ തിരുത്താൻ, തിന്മകളിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ, നന്മ നിറഞ്ഞ ജീവിതത്തിന്റെ പ്രകാശം തേടി യാത്ര തിരിക്കാൻ ശ്രമിക്കാത്ത മനുഷ്യർ വഹും യസ്തരിഖൂന ഫീഹാ, ആളിക്കത്തുന്ന നരകത്തിൽ വിളിച്ച്, ആ നരകത്തിൽ വെച്ച് ആർത്തട്ടഹസിച്ച് അവർ സംസാരിക്കും. എന്താണ് ആ സംസാരം? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, റബ്ബനാ അഖ്രിജ്നാ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ ഒന്ന് പുറത്താക്കി തരണം. നഅമൽ സ്വാലിഹാ, നഅമൽ സ്വാലിഹാ, സൽപ്രവർത്തനം ചെയ്യാൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ പ്രവർത്തിക്കാത്ത, ഇതുവരെ ചെയ്യാത്ത, ഇതുവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്ത നന്മകൾ ചെയ്യാൻ. പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളി ഉയർന്നപ്പോൾ എൻ്റെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് ജീവിതത്തിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മടങ്ങാനുള്ള വിളിയാളം കേട്ടപ്പോൾ ഇല്ല, ഒരു വഖത്ത് പോലും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീഴാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ നരകത്തിൽ നിന്ന് ഒന്ന് പുറത്താക്കി തന്നാൽ, ഈ നരകത്തിൽ നിന്ന് ഒന്നുകൂടി തിരിച്ചു പോകാനുള്ള അവസരം തന്നാൽ, അല്ലാഹുവേ നല്ലത് ചെയ്യാമെന്നാണ്. ഗൈറല്ലദീ കുന്നാ നഅമൽ, 10, 20, 25, 30 വർഷക്കാലത്ത് ജീവിതം കിട്ടിയിട്ട് ചെയ്യാത്തത് മിനിറ്റുകൾ തന്നാൽ, കേവല സമയം തന്നാൽ ചെയ്യാമെന്നത് മനുഷ്യന്റെ വിലാപമാണ്. അവലം നുഅമ്മിറുക്കും, അല്ലാഹുവിന്റെ തിരിച്ചു ചോദ്യം, അവലം നുഅമ്മിറുക്കും, മനുഷ്യരെ നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഉറ്റാലോചിച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് ചിന്തിക്കാൻ മാത്രം ഞാൻ സമയം തന്നില്ലേ? മാത്രവുമല്ല വജാഅകുമുൻ നദീർ, ഇതാണ് ശരി, ഇത് തെറ്റാണ്, ഇതാണ് സ്വർഗത്തിന്റെ വഴി, ഈ യാത്ര നരകത്തിലേക്കാണ്. ഇങ്ങനെയാണ് ജീവിതം പോകുന്നതെങ്കിൽ മരണം സംഭവിച്ചാൽ യാത്ര ചെന്ന് ചേരുന്നത് നരകത്തിലാണ്. താക്കീതു നൽകാൻ, തിരുത്തിത്തരാൻ, ഇത് തിന്മയാണെന്ന് പറയാൻ, ഇതാണ് നന്മയുടെ പാതയെന്ന് പറയാൻ, നന്നാകണമെന്ന് പറയാൻ, ശരിയായ ജീവിതം നയിക്കണമെന്ന് പറയാൻ വജാഅകുമുൻ നദീർ, താക്കീതുകാർ വന്നില്ലായിരുന്നോ? അതുകൊണ്ട് ഫദൂഖൂ, അനുഭവിക്കുക, ആളിക്കത്തുന്ന നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുക. ഫമാലിൽ ളാലിമീന മിൻ നസീർ, അതിക്രമകാരികൾക്ക് ഒരു സഹായിയെ കണ്ടെത്തുക സാധ്യമല്ല. 35-ാം അധ്യായത്തിന്റെ
37-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തെ സംരക്ഷിക്കണം, ജീവിതത്തെ സൂക്ഷിക്കണം, ജീവിതത്തെ രക്ഷപ്പെടുത്തണം. ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ജീവിതത്തെ രക്ഷപ്പെടുത്തണം. ഇനിയും വൈകരുത്. വിലാപങ്ങൾ നരകത്തിലെത്തിയിട്ടായാൽ കാര്യമില്ല. ശ്വാസം നിലക്കുന്നതിന് മുൻപ്, ജീവിതം അവസാനിക്കുന്നതിന് മുൻപ്, തിരിച്ചു യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് നന്നാവാൻ, നല്ല ജീവിതം നയിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. നരകം അവിശ്വാസിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരുക്കപ്പെട്ട നരകത്തിലേക്ക് എത്തിച്ചേരാതിരിക്കാനും പ്രവിശാലമായ സ്വർഗത്തിന്റെ അർഹരായി തീരാനും ജീവിതത്തെ നന്മയിൽ ക്രമീകരിക്കുക. അതിനുള്ള എല്ലാ നന്മകൾക്കുമുള്ള തൗഫീഖ് നൽകി സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലവരായി ജീവിക്കാനും നല്ലവരായി മരിക്കാനും പരിശുദ്ധ സ്വർഗത്തിൽ നല്ലവരോടൊപ്പം ഒത്തുചേരാനുമുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.